അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, സഭയിൽ സംഭവിച്ച മറ്റൊരു വലിയ ദുരന്തമാണ് ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഇടയന്മാർ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായിട്ട് കടന്നു വന്നപ്പോൾ ഇന്ന് സഭയിൽ വലിയ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കല്ല, സത്യമാണ്. ഞാൻ പറയാം, അഭയാർത്ഥി പ്രശ്നം ഇന്ന് പല രാജ്യങ്ങളും, ക്രൈസ്തവ രാജ്യങ്ങൾ, ഈ മേഖലകളിൽ അഭയാർത്ഥികളായിട്ട് കടന്നു വരുന്ന ആരാണ് നമുക്കറിയാം. ഈ അഭയാർത്ഥികളെ കയറ്റാൻ വേണ്ടി അവർ മുൻകൈയെടുത്തു, സഭയുടെ അധികാരികൾ മുൻകൈകളെടുത്തു. ഇന്ന് പല രാജ്യങ്ങളിലും ഈ അഭയാർത്ഥികളെന്ന് പറഞ്ഞിട്ട് കയറിപ്പറ്റിയ ഒത്തിരിയേറെ പൈശാചിക ശക്തികൾ, ഭീകരവാദികൾ, തീവ്രവാദികൾ, പ്രിയപ്പെട്ട മക്കളെ, പല സ്ഥലത്തും നമ്മൾ കണ്ടില്ലേ, ഫ്രാൻസിലൊക്കെ ഇടവക ദേവാലയം കത്തിച്ച ആളുകളെ സംരക്ഷിച്ച പുരോഹിതൻ, അഭയാർത്ഥിയെ സംരക്ഷിച്ച പുരോഹിതനെ ആ അഭയാർത്ഥി കഴുത്തറുത്ത് കൊന്നത് നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ന്യൂസിലും മാധ്യമങ്ങളിലും നമ്മൾ കണ്ടെത്തി, മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഇടയന്മാര് സഭയെ നശിപ്പിക്കുന്ന, ആടുകളെ കൊന്നൊടുക്കുന്ന, സഭയെ ഇല്ലാതാക്കുന്ന സാന്നിധ്യങ്ങളായിട്ട് സഭയിൽ മാറുകയാണ്. നമുക്കറിയാം, കുരിശുയുദ്ധം, ലപ്പാന്റെ യുദ്ധം, ഇതുവരെയും ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പരിശുദ്ധ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്: നെവർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർഗീവ്നെസ് വിത്ത് ജസ്റ്റിസ്. ക്ഷമയെ നീതിയുമായിട്ട് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റ് തെറ്റാണ്, അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. നീതിയുണ്ട്, ന്യായമുണ്ട്. നോക്കിക്കേ, ഒരു ക്രിസ്ത്യാനിയെ കൊന്നൊടുക്കുമ്പോൾ അതിൽ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറയുന്നതല്ല, അതിൽ ന്യായമുണ്ട്, നീതിയുണ്ട്. അത് സഭ മനസ്സിലാക്കണം, സഭാധികാരികൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ ഓർക്കുക, നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, നൈജീരിയയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് യാതൊരു വിലയുമില്ലാതെ കഴുത്തറുത്ത് ഭീകരവാദികൾ വെടിവെച്ചും കൊല്ലുമ്പോൾ അത് ക്ഷമിക്കണം, ക്രിസ്ത്യാനികൾ സഹിച്ചോളണം. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ക്ഷമ, ക്രിസ്തുവിൻ്റെ സഹനം, ക്രിസ്തുവിൻ്റെ കുരിശുമരണം, അതിനെ വച്ചുകൊണ്ട് ക്രിസ്ത്യാനി മരിക്കാനുള്ളവനാണ് അല്ലെങ്കിൽ കൊല്ലപ്പെടാനുള്ളവനാണ് എന്നുള്ള രീതിയിൽ ഒരു സംസ്കാരം, ഒരു കാഴ്ചപ്പാട് കടന്നു വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് സിറിയയിൽ നിന്ന് അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് കയറിയപ്പോൾ ഒരു ബോട്ടിൽ കൊള്ളാവുന്നതിലേറെ കുത്തി നിറച്ച് കയറിപ്പോണ സമയത്ത് ഒരു കുഞ്ഞ് അതിൽ വീണ് മരിച്ചു, കടലിൽ വീണ് മരിച്ചു. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ചിട്ട് മാധ്യമങ്ങളിലൂടെ എന്തായിരുന്നു പ്രചരണം? പാവപ്പെട്ട കുഞ്ഞ് അങ്ങനെ പറഞ്ഞ് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ യൂറോപ്പിനെ, ക്രൈസ്തവ വിശ്വാസത്തെ, കത്തോലിക്ക സഭയെ ഒത്തിരി പ്രേരിപ്പിച്ചു. എന്നാൽ അനേക ആയിരങ്ങൾ, നൂറുകണക്കിന് കഴിഞ്ഞ മിനിഞ്ഞാന്ന് പോലും എത്യോപ്യയിൽ 250ഓളം ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് തീവ്രവാദികൾ കൊന്നു. അതിനെക്കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് വിലപിക്കാനോ ഇന്ന് ആരുമില്ലാത്തത് എന്തേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കാവൽ ഗോപുരങ്ങളായിട്ട് മാറേണ്ട സഭ അധികാരികൾ ഇന്ന് അത് മറന്നിട്ട് എല്ലാവരെയും കയറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറേ അഭയാർത്ഥികൾ ഒത്തിരിയേറെ പേരെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ പല ഇടവക ദേവാലയങ്ങളാണ് അവർക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നത്, കത്തോലിക്ക ദേവാലയങ്ങൾ. ഞാൻ പറയാം, ഈ ഒരു മേഖലയിൽ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിൻ്റെ വലിയ പൈശാചികത എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ലോകത്തിലുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, കോബ്ര ഈസ് കോബ്ര ഫോർ എവർ. മൂർഖം പാമ്പ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടോ അത് മൂർഖം പാമ്പ് തന്നെയായിരിക്കും. നമ്മുടെ ചരിത്രം പഠിക്കണം. പലരും ഇന്ന് കുരിശുയുദ്ധത്തെയൊക്കെ വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് കുരിശുയുദ്ധം ഉണ്ടായി? പഠിക്കണം. നമ്മളാരും ആക്രമിക്കാൻ പോയതല്ല. വിശുദ്ധ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പാവപ്പെട്ട മക്കള് കുരിശം പിടിച്ചുകൊണ്ട് അതിനെതിരെ യുദ്ധം ചെയ്തു. അത് ആവശ്യമാണ്. അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു കാഴ്ചപ്പാടുണ്ട്. ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടോട്ടെ, ക്രിസ്ത്യാനിയെ കഴുത്തറുത്തോട്ടെ, ക്രിസ്ത്യാനിയെ വെടിവെച്ച് വന്നോട്ടെ, എന്നിട്ട് ഈശോയുടെ കാര്യം പറയും. ഈശോ ക്ഷമിച്ചില്ലേ? ഈശോ മരിച്ചില്ലേ? ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തു മരിച്ചത് നമ്മളാരും മരിക്കാതിരിക്കാനാ. ക്രിസ്തു ഈ ലോകത്തിൽ, ഈശോ ലോകത്തിലേക്ക് വന്നത് പാപം നീക്കാനാ. പാപത്തിൻ്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി
രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് കുരിശിൽ മരിക്കാനാ. ഈശോയുടെ ദൗത്യം ആ മരണത്തിലൂടെ നമ്മൾ മരിക്കാതിരിക്കണം. അതാണ് 1 പത്രോസ് 2:24. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത്, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാ. അല്ലാണ്ട് ഈശോ പറഞ്ഞില്ല നിങ്ങൾ എല്ലാവരും എന്നെ പോലെ വന്ന് കുരിശിൽ മരിക്കാൻ പറഞ്ഞോ? ഇല്ല, മരിക്കാനല്ല പറഞ്ഞ് ജീവിക്കും മക്കളെ, അതാ പറഞ്ഞു ഈശോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ കുരിശുമരണത്തെയും ഈശോയുടെ ക്ഷമയെയും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി മരിച്ചോളണം, ക്രിസ്ത്യാനി ക്ഷമിച്ചോളണം. അതാ ബെനഡിക്ട് പിതാ പറഞ്ഞേ, നീതിയുണ്ട് നീതി. നീതിയെ ഒരിക്കലും ക്ഷമയെന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം, കരുണ കാണിക്കേണ്ടടുത്ത് കരുണ കാണിക്കണം. പക്ഷേ നമ്മുടെ ജീവിതത്തെ, സഭയെ, വിശ്വാസത്തെ നശിപ്പിക്കാൻ വരുമ്പോൾ അവിടെ നമ്മൾ കാവലാളായിട്ട് മാറണം. സഭയുടെ ദൗത്യമതാ, വിശ്വാസത്തിന് വേണ്ടി, ആടുകൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. ഇന്ന് നോക്കിക്കേ, എന്താ പറ്റിയേ? നമ്മുടെ അധികാരികൾ തന്നെ ഇവരെ കയറ്റണം, നമ്മൾ കരുണ കാണിക്കണം. എന്നാൽ ഇവരാരാണ്? കുരിശുദ്ധം അവിടേക്ക് പ്രകടമായ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ടാർഗറ്റ് റോമാണ്, ഞങ്ങളുടെ ടാർഗറ്റ് ഈ ലോകം മുഴുവനും ഞങ്ങളാക്കി മാറ്റലാണ്. തീവ്രവാദികൾ ഇന്നും താലിബാനും മറ്റും പ്രസംഗിച്ചുകൊണ്ട് എടുക്കുക, അവർ പ്രഘോഷിച്ചുകൊണ്ട് എടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാമായിട്ടും സഭയ്ക്കുള്ളിൽ സഭയ്ക്കെതിരെ ശത്രുവിനെ തിരിച്ചറിയാത്ത പല പൈശാചിക സാന്നിധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിദയനീയമായൊരവസ്ഥയാണ്. നമുക്കറിയാം, സഭയ്ക്ക് കരുത്തുണ്ട്, സഭയ്ക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ അധികാരങ്ങളുമുണ്ട്, സഭയ്ക്ക് സഭാ മക്കൾക്ക് ഇപ്പം യൂറോപ്പിനൊക്കെ സമ്പത്തുണ്ട്. അതെവിടുന്ന്? ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട മക്കളെ, അതിന് കരുത്തുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്. ഞാൻ പറയാ, ഈ അഭയാർത്ഥികളായിട്ടുള്ള മക്കള് എന്തേ അവരവരുടെ അവർക്കുടെ രാജ്യങ്ങളുണ്ടല്ലോ, അങ്ങോട്ട് പോകാത്തെന്താ? അവർക്ക് യൂറോപ്പ് മതിയല്ലോ. ഇപ്പോഴും ഈ അഭയാർത്ഥികളായപ്പോൾ അവരുടെ രാജ്യങ്ങൾ വേണ്ടവരെ. തുർക്കി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, പാകിസ്ഥാൻ നോ, ആരെയും സ്വീകരിക്കുന്നില്ല. പിന്നെന്താണ് സംഭവം? പ്രിയപ്പെട്ടവരെ, അവരുടെ ഹിഡൻ അജണ്ട അതെന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പൈശാചികമായ ഒരവസ്ഥ സഭയിലുണ്ട്. അത് തന്നെ സഭയെ നശിപ്പിക്കുന്ന. നമ്മൾ കണ്ടില്ലേ, എത്രയോ പള്ളികൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൽ ശ്രീലങ്കയിൽ നിന്ന് പോയ ഒരു തീവ്രവാദി, ഒരു ഇസ്ലാമിക തീവ്രവാദി 6 പേരെ കുത്തി. എന്താ പ്രശ്നം? സംഭവം ഇതാണ് മൂർഖൻ പാമ്പിൻ്റെ സ്വഭാവം. കോബ്ര വിൽ ബി കോബ്ര ഓൾവേസ് ആൻഡ് എവരിവെയർ. അമേരിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, ന്യൂസിലൻഡിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, കോബ്രയ്ക്ക് ഒറ്റ സ്വഭാവമുള്ളൂ, അവൻ കൊത്തും. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും കൊച്ചു പയ്യൻ അവൻ കളിക്കാൻ പോവാ ഗ്രൗണ്ടിൽ. പോണ സമയത്തൊരു പാമ്പ് ഇങ്ങനെ എഴഞ്ഞു പോവാ. അപ്പോൾ പാമ്പ് ചോദിച്ചു എന്ന് പറഞ്ഞു, കഥയാണ് കേട്ടോ. ചോദിച്ചു കൊച്ചിനോട്, എങ്ങോട്ടാ പോണേ? ഞാൻ പന്ത് കളിക്കാൻ പോവാം ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ പാമ്പ് പറഞ്ഞു, ഞാൻ പോന്നോട്ടെ, ഞാൻ എഴഞ്ഞ് എത്തുമ്പോഴേക്കും സമയം എടുക്കും, നീ എന്തായാലും പോവാണല്ലോ, പെട്ടെന്ന് എത്താലോ. അപ്പോൾ കൊച്ചെന്ത് ചെയ്തു? ആ പാമ്പിൻ്റെ അടുത്ത് പോക്കറ്റിലിട്ടു. അങ്ങനെ അവൻ കളിക്കാൻ ചെന്നു, ഗ്രൗണ്ടിൽ ചെന്നു. അവൻ പോക്കറ്റിൽ പാമ്പിനെ എടുത്ത് വിടുന്ന സമയത്ത് അവൻ തിരിച്ചൊരു കൊത്തു കൊടുത്തു. പാമ്പ് കൊത്തി. അപ്പോൾ പയ്യൻ ചോദിച്ചു, നീ എന്താ ചെയ്തേ? ഞാൻ നിനക്ക് ഉപകാരമല്ലേ ചെയ്തേ, ഞാൻ നിന്നെ ഇങ്ങോട്ട് എത്തിച്ചല്ലേ ചെയ്തേ, എന്തിനെന്നെ നീ കൊത്തിയേ? അപ്പോൾ പാമ്പ് പറഞ്ഞു, എൻ്റെ സ്വഭാവം എന്ന് പറയണത് കൊത്താന്നുള്ളതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പാമ്പിൻ്റെ സ്വഭാവം. ഇത്രയും ചരിത്രങ്ങളായിട്ടും കാലഘട്ടമായിട്ടും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടും അനേകം മക്കളെ കൊന്നൊടുക്കിയിട്ടും അനേകം യുദ്ധങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടും ഇന്നും അതിനുവേണ്ടി തന്നെ എന്ന് പരസ്യമായിട്ട് പ്രഘോഷിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഈ മൂർഖം പാമ്പുകളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വീട്ടിൽ കയറ്റി, സഭയിൽ കയറ്റി, വിശ്വാസ ജീവിതത്തിൽ കയറ്റി അനേകം ദേവാലയങ്ങളും അനേകം ക്രൈസ്തവ മക്കളെയും കൊന്നൊടുക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ നിന്ന് സഭയ്ക്കെതിരെ, സഭയുടെ ആ ഒരു ഉറപ്പിനെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ സഭയിൽ തന്നെ ഉണ്ട് എന്നുള്ള വലിയൊരു സത്യം
നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കണം മക്കളെ.